എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊച്ചിയിൽ ഹൈക്കോടതിയുടെ അടുത്തുള്ള ക്യൂൻസ് വാക്ക് വേ ആണ്. ഇവിടെ വൈകിട്ടാക്കി നല്ല തിരക്കാണ്. ഫാമിലീസും പിള്ളേരൊക്കെ ഇഷ്ടംപോലെ തിരക്കാണ്. ഇവിടെ അങ്ങാ ദൂരെ കാണുന്നതാണ് അത് വല്ലാർപാടം കണ്ടെയ്നർ ടൈമിലോട്ടുള്ള റെയിൽവേ ബ്രിഡ്ജാണ്. അത് നേരെ വന്ന് വല്ലാർപാടത്ത് വരും. അവിടെ നിന്ന് കണ്ടെയ്നർ കയറ്റിയിട്ട് പോകും. മീൻപിടുത്തം ചീനവലുണ്ട്, പിന്നെ കൂട് കൃഷിയുണ്ട്. ഇവിടെ ഈ കാണുന്ന കൂട് കൃഷിയാണ്, മത്സ്യത്തിൻ്റെ കൂട് കൃഷി. പിന്നെ വൈകിട്ട് നല്ല തിരക്കാണ്, വൈകിട്ട് നല്ല ആംബിയൻസാണ്. അപ്പോൾ ചെമ്പരത്തി വെച്ചിട്ടാണ് നമുക്ക് 2 ഐറ്റം ഉണ്ടാക്കാൻ പോണത്. അതായത് ഒന്ന് ഒരു സർവത്ത് കുടിക്കാൻ പറ്റിയ ജ്യൂസ് മാനത്ത് ചെമ്പരത്തി കൊണ്ടൊരു ജ്യൂസ്, പിന്നെ ചെമ്പരത്തി കൊണ്ട് ഒരു തൈരൊക്കെ ഇട്ടൊരു ചട്നി അല്ലെങ്കിൽ ഒരു കറി എന്ന് പറയാം. ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറി. ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ വളരെ വളരെ വലുതാണ്. അത് ഗൂഗിൾ നോക്കിയാൽ മനസ്സിലാവും. എന്തായാലും നമുക്ക് ചെമ്പരത്തിപ്പൂ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ചെമ്പരത്തി ഇതൾ മാത്രം ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. ചെമ്പരത്തിപ്പൂവിൽ ഇരുമ്പ്, കാൽസ്യം, വൈറ്റമിൻ സി ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. മുടി കൊഴിച്ചിലിന് നല്ലതാണ്. ഞാനൊരു 10-25 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് കത്തിച്ചിട്ട് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഒന്ന് ചെറിയ പീസാക്കാം. ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് കൊത്തിയരിയുണ്ട്, സാധാ ചെറിയ ഉള്ളി. ഓയിലൊഴിക്കണം. ചട്ടിയൂടായിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2 കീരയും ഇട്ട് കൊടുക്കാം. ഞാൻ 3 പച്ചമുളക് ഇടാനുള്ളൂ. അത് ഉണ്ട പച്ചമുളകാണ്, പക്ഷേ എരിവുണ്ടാവും. ഇനി വേറെ എരിവൊന്നുമില്ല. ഒരു ലക്ഷം വേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂ ഇതിനകത്തോട്ട് ഇടാം. ചെമ്പരത്തിപ്പൂ ഒരു 10-20 ചെമ്പരത്തിപ്പൂ ഉണ്ട്. ഇതെല്ലാം ഞാൻ അതിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ചെമ്പരത്തിപ്പൂ ഒന്ന് വാടി വരും. ഇപ്പം ഉണ്ടോ, എല്ലാം ചുരുങ്ങി. ഇതിപ്പോൾ ഒന്ന് വാടിയാൽ മാത്രം മതി, അധികം വറക്കണമെന്നും വേണ്ട. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് മിക്സിയിൽ താഴോട്ട് ഇടാം. ഒരു അരമുറി തേങ്ങ, തൈര്, സ്വല്പം കടുക്, ജീരകം, 5-6 കുരുമുളക്. നമുക്ക് ഇതിനകത്തോട്ട് കറക്കി ആവശ്യമുള്ള ഉപ്പിടാം. തേങ്ങ, തൈര്, ജീരകം, കടുക്, കുരുമുളക്, പിന്നെ ഈ വേവിച്ച ഐറ്റംസ് എല്ലാം കൂടെ നല്ല ഭംഗിയായിട്ട് അരച്ചിട്ടുണ്ട്. നല്ല മഷി പോലെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് താളിച്ചെടുക്കാം. സ്വല്പം ഓയിലൊഴിക്കുക. ചട്ടി വിടാണ്ട് കടുക് പൊട്ടിക്കുക. പച്ചമുളക്, വേപ്പില, തീ ഓഫ് ചെയ്യുക. താളിച്ചിട്ട അങ്ങനെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കറിയൊക്കെ റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ എന്തിനാണ് കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതായത് ചെമ്പരത്തി പച്ചടി എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. ഒരു 10-20 ചെമ്പരത്തി മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയുക എങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് ഇടുക. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീണ്ടും കാണാം. അതുവരേക്കും ബൈ.